മോർണിംഗ് ഓൾ. നമ്മളിന്ന് മൊഡ്യൂൾ 3 ആണ് സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നത്. സോ ഇറ്റ്സ് ബേസിക്കലി അബൌട്ട് ഡി സി മെഷീൻസ്. സോ ഈ മൊഡ്യൂളിൽ നിങ്ങൾക്ക് ഡി സി സീരീസ് മോട്ടർ, ഷണ്ട് മോട്ടർ, കോമ്പൗണ്ട് മോട്ടർ, മൂന്ന് മോട്ടേഴ്സിൻ്റെയും അനാലിസിസ് യൂസിങ് പ്രിമിറ്റീവ് മോഡൽ ആണ് നിങ്ങൾക്ക് സ്റ്റഡി ചെയ്യാനുള്ളത്. പിന്നെ നിങ്ങൾക്ക് എക്സ്ട്രാ ആയിട്ട് വരുന്നത് ഇതിന് പുറമെ നിങ്ങൾക്ക് സെപ്പറേറ്റ്ലി എക്സൈറ്റഡ് മോട്ടർ വരുന്നുണ്ട്. ഓക്കെ, സെപ്പറേറ്റ്ലി എക്സൈറ്റഡ് മോട്ടർ വരുന്നുണ്ട്. സെപ്പറേറ്റ് എക്സൈറ്റഡ് മോട്ടറിൽ രണ്ട് ഇതിന്റെ മോട്ടേഴ്സ് ആസ് വെൽ as ജനറേറ്റർ ആൻഡ് മോട്ടർ. ഇതിന്റെ എല്ലാത്തിന്റെയും ജനറേറ്റർ മോട്ടർ അനാലിസിസ് വരുന്നുണ്ട്. ഓക്കെ, ഇനി സെപ്പറേറ്റ്ലി എക്സൈറ്റഡ് ജനറേറ്ററിനകത്ത് നിങ്ങൾക്ക് ട്രാൻഷൻ അനാലിസിസും അതേപോലെ സ്റ്റഡി സ്റ്റേറ്റ് അനാലിസിസും പഠിക്കാൻ. അപ്പം സ്റ്റഡി സ്റ്റേറ്റ് അനാലിസിസ് ആസ് വെൽ ആസ് ട്രാൻഷൻ അനാലിസിസ്. ട്രാൻഷൻ അനാലിസിസിൽ ഒന്ന് വരുന്നത് ഫീൽഡ് വൈൻഡിങ് ഇൻപുട്ട് കൊടുക്കും. ഫീൽഡ് വൈൻഡിങ്ങിൽ സ്റ്റെപ്പ് ഇൻപുട്ട് കൊടുക്കും. How will be the variation of armature current? അതിൽ തന്നെ when the no load condition as well as loaded condition അങ്ങനെ പഠിക്കാനുണ്ട്. പിന്നെ ട്രാൻഷൻ അനാലിസിസിൽ suddenly when armature terminals short circuit ചെയ്താൽ how will be the effect? Sudden armature terminals getting short circuited, how will be the armature current varying? ഇത്രയും കാര്യങ്ങളാണ് in short നിങ്ങൾക്ക് ഈ ഒരു മൊഡ്യൂളിൽ പഠിക്കാനുള്ളത്. So let's start. As you know, DC machine അകത്ത് you will be exciting both the field winding as well as armature winding. Field winding is made stationary. Field stationary ആണ്. And armature winding is rotation. Armature winding will be made as rotor. Rotor circuitൽ നമ്മൾ രണ്ട് എക്സൈറ്റേഷനും കൊടുക്കുന്നത് DC ആണ് for DC machine. Okay, so you have split rings, commutation circuits. ഉള്ളിൽ ജനറേറ്റ് ചെയ്യുന്ന AC-യെ DC ആക്കി മാറ്റാൻ you use commutator. Okay, so commutator ring ഒക്കെ ഉണ്ടാവും ഈ സർക്യൂട്ടിൽ. So the generator voltage inside the armature will be AC, and using this split rings you will convert it to DC. അതാണ് അതിന്റെ ഒരു ബേസിക്സ് എന്ന് പറയാനുള്ളത്. So in primitive model analysis, you are neglecting armature reaction effects ഒന്നും നമ്മൾ സ്റ്റഡി ചെയ്യുന്നില്ല in DC machine. So അത് നിങ്ങൾ ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾ മറ്റു ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ടാവും, ലൈക്ക് ബിടെക്കിലെ പോർഷൻസിൽ നിങ്ങളത് ആർമേച്ചർ റിയാക്ഷൻ കവർ ചെയ്തിട്ടുണ്ടാവും. ഇതിൽ നമ്മൾ നോക്കുന്നത് more specifically into ട്രാൻഷൻ അനാലിസിസ് ആൻഡ് ട്രാൻസ്ഫർ ഫംഗ്ഷൻ എന്നുള്ളൊരു ട്രാൻസ്ഫർ ഫംഗ്ഷൻ മോഡലിംഗ് ഓഫ് DC മെഷീൻ. അങ്ങനത്തെ കാര്യങ്ങളാണ് നമ്മൾ ഈ ഓഫ് DC മെഷീൻ, both generator and motor, how the applied voltage and output ആയിട്ടുള്ള സ്പീഡ് in മോട്ടറിലെ ഔട്ട്പുട്ട് സ്പീഡും അതേപോലെ ഇൻപുട്ട് വോൾട്ടേജ്, അത് ഇൻപുട്ട് എന്നുള്ളത് വോൾട്ടേജും ആണ്. as well as in generator, what will be the variation of output voltage എന്ന് പറയുന്നത് ടെർമിനൽ വോൾട്ടേജ് ആണ് VA, and how the field current is the input. അപ്പൊ അതിന്റെ തമ്മിലുള്ള റിലേഷൻസ് ഒക്കെ എസ്റ്റാബ്ലിഷ് ചെയ്യലാണ് നമ്മൾ ഇതിൽ കൂടുതൽ ഡീറ്റെയിൽ ആയിട്ട് നോക്കാൻ പോകുന്നത്. ഓക്കെ, സോ ലെറ്റ്സ് സ്റ്റാർട്ട്. So DC machine primitive model, you can see the field winding is represented by DS coil, and the QR coil is the armature. So it is rotating at the speed of omega r, and the current flowing will be IQR,
through the armature coil, and VQR will be the voltage across the armature terminals. And field winding, നമ്മൾ ഇതെല്ലാം DC മെഷീനിലോട്ട് കൺവേർട്ട് ചെയ്യുമ്പോൾ the armature current will be IA and armature voltage will be VA. So because it's a generator, now we are studying generator, so direction of current will be opposite. So the minus IA ആണ് വരിക. So നമ്മൾ equation derive ചെയ്യുമ്പോൾ we will substitute IA as minus IA. Okay. And the field current VF is the voltage, and the field current IF will be flowing through field winding, and the armature is rotating at the speed of omega r. Okay. നമ്മൾ ആർമേച്ചർ കോയിലിനെ A എന്നുള്ള റെപ്രസെന്റേഷനും ഫീൽഡ് കോയിലിനെ F എന്നുള്ള റെപ്രസെന്റേഷനും യൂസ് ചെയ്യും. So let's go to the equation. So this is the standard equation for two coils, VDS and VQR. നമ്മളെ വോൾട്ടേജ് ഇക്വേഷൻ ക്രോൺസ് പ്രിമിറ്റീവ് മോഡലിൽ നിന്ന് ആർമേച്ചറിന്റെ QR coil as well as DS coil ഇതിന്റെയും വോൾട്ടേജ് മാത്രം എടുക്കുകയാണ്. Okay, so when we convert into DC machine model, VF as well as VA. VA എന്ന് പറഞ്ഞാൽ armature terminal voltage. Also you can write it as VT. Okay, so VF is equal to RF plus LFP, where RF is the resistance of field winding, LF is the self-inductance of field winding, and IF is the field current. And MD omega R IF is the induced EMF E. Minus will be considered for armature current when it is flowing in the negative direction. So minus IA into RA plus LAP in vary. So it's because it is generator, we are giving a negative sign for IA. This will be the difference. So let's look more into generated EMF. So the basic equation for generated EMF EA in case of a generator is, നിങ്ങൾക്ക് familiar ആയിട്ടുള്ള equation ആണ് 5PZN by A. Okay, so phi is the flux per pole, P is the number of pole, Z is the number of conductor, N is the speed in RPS, rotation per second, and A is the number of parallel path. Okay, ഇതിലെ N can be represented in mechanical speed as omega m is equal to, so this is the angular velocity, omega m is equal to 2 pi n. So when we convert into electrical radian per second, the omega m is multiplied with P by 2. So you will get omega r, which is radians per second, which has a unit of radian per second, which is the angular velocity itself in electrical domain. Okay. Thereafter, n is replaced by omega m. So n omega m is equal to, sorry, n is equal to omega m by 2 pi. That is substituting. So you will get the induced EMF equation E as 5p z omega m by 2 pi a, as like this. This is omega m 2 അതേപോലെ p. We will take together and we'll replace with omega r. So that will give you the final equation for induced EMF. ഇതാണ് ആ relation. So you're substituting that and you will get E is equal to 5z omega r by pi a. So this will be from the equation, voltage equation. The induced EMF will be MD omega r IF. Then in the mutual inductance in the equation, we will get as MD is equal to 5z omega r by pi a IF. So the DC machine ഉള്ള mutual inductance, D-axis mutual inductance, അതിന്റെ equation ആണ് നമുക്ക് derive ചെയ്ത് കിട്ടിയിട്ടുള്ളത്. So this is the open circuit characteristics. You will be familiar with this characteristic equation. This curve. Okay. So ഇത് എന്താന്ന് പറഞ്ഞാല് field current versus generated EMF തമ്മിലുള്ള graph ആണ്. So you can see air gap line which will be tangent to the initial portion. So അതാണ് നമ്മളെ air gap line എന്ന് പറയുന്നത്. The saturation curve is like this. So we can explain this using this equation, MD 5z omega r by pi a IF. So from the equation we can see MD is proportional to 5 by IF. So when you increase field current, the flux, mutual flux will be increasing.
Phi m is the mutual flux per pole. So phi m also increase with if up to this point. So thereafter, when you increase field current, the phi m gets saturated. So phi m will become constant, and if you go on increasing field current, as you could see from the x-axis, the mutual inductance reduces. So ഇതിന് ശേഷം അങ്ങനെ കുറഞ്ഞു വരായിട്ട് ആ ഒരു ഇഫക്റ്റ് ഇത് കുറഞ്ഞു വരുന്നതായിട്ടാണ് കാണുക. So that is the reason why the EA also reduces because MD is reducing. അതുകൊണ്ടാണ് നമുക്ക് OCC യിൽ അങ്ങനെ ഒരു കർവ് കിട്ടുന്നത്. So saturation effect is taken into consideration. So അങ്ങനെയാണ് നമ്മൾ ആ ഒരു OCC open circuit characteristics of generator DC generator നമ്മൾ കൺസിഡർ ചെയ്യുന്നത്. നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യുന്നത് സെപ്പറേറ്റ്ലി എക്സൈറ്റഡ് ജനറേറ്ററിനെ പറ്റിയാണ്. ഓക്കെ, സോ അങ്ങനെയാണ് ഇതിന്റെ EMF ജനറേറ്റർ EMF ഇക്വേഷൻ നമ്മൾ ഡിസ്ക്രൈബ് ചെയ്യുന്നത്, ഡിഫൈൻ ചെയ്യുന്നത്. ഐ മീൻ നമ്മൾ അതിനെ എക്സ്പ്ലെയിൻ ചെയ്യുന്നത്, ആ കർവ് OCC കർവ് എങ്ങനെയാണ് ആ ഫോമിലോട്ട് വന്നതെന്ന് നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. സോ ലെറ്റ്സ് മൂവ് ഓൺ ടു സ്റ്റഡി സ്റ്റേറ്റ് അനാലിസിസ്. So in steady state analysis, we will substitute P is equal to 0 because it's a DC machine. So there, in steady state condition, there is no d by dt term. So other equated to 0. So we will get Vf is equal to Rf into If. So If and Rf, Vf will be in capital letter. Steady state ആയി എന്ന് കാണിക്കുന്നത് capital letters use ചെയ്തിട്ടാണ്, Vf and If. Similarly, VA or VT, terminal voltage or armature terminal voltage, will be minus IARA plus, so there will be no PLA component, so that will be equated to 0 plus MD omega R IF എന്ന് കിട്ടും. So this will be written as EA minus IARA. അപ്പോൾ ഇതാണ് നമുക്ക് ടെർമിനൽ വോൾട്ടേജ് കിട്ടുന്നത്. സോ EA0 എന്ന് പറഞ്ഞാൽ നമുക്ക് MD omega R IF എന്ന് എഴുതാൻ പറ്റും for EA0. So MD omega R can be substituted as a constant kg into IF because the other two are constant in the linear portion. Saturation എത്തുന്ന വരെ the MD omega R will be constant, so it is kg. Okay, so kg which എഴുതുമ്പോൾ terminal voltage can be obtained as VT is equal to kg IF minus RA IA എന്നുള്ള ഇക്വേഷൻ കിട്ടും. So this is all about എന്താ പറയുക, ഫസ്റ്റ് സെഷൻ ആണ്, ഫസ്റ്റ് ടോപ്പിക് ആണ് in DC machine. So let's see in the next session. Thank you.